കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത 2 വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പല ആളുകളും അത് ശ്രദ്ധിച്ചു കാണും, ചില ആളുകൾ മെസ്സേജ് അയച്ചിട്ട് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ വിമർശിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൽ വൈകാരികമായിട്ട് ആ ഒരു വീഡിയോയിൽ പ്രതികരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓണം റിലീസുകൾ എന്ന പേരിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ കമന്റ് ബോക്സും ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോസിൻ്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തത് എനിക്കെതിരെ വരുന്ന തെറികൾ കാണാനായിട്ട് മടിയുള്ളതുകൊണ്ടല്ല, അതിൻ്റെ താഴെ കൃത്യമായിട്ടുള്ള ക്യാമ്പയിനിങ് നടക്കുന്നത് കൊണ്ടാണ് ഓഫ് ചെയ്തത്. അങ്ങനെ ഒരു ക്യാമ്പയിനിങ്ങിനുള്ള ഇടം ഞാൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൽ ഓണം റിലീസുകൾ എന്ന് പറയുന്ന വീഡിയോ സ്ഥിരമായിട്ട് ഈ ഓണവുമായി ബന്ധപ്പെട്ട് തീവ്ര മതവിശ്വാസികളിൽ ചില ആളുകൾ അടിച്ചിറക്കുന്ന വർഗീയ വാദം നിറഞ്ഞിട്ടുള്ള ഓഡിയോ മെസ്സേജുകളും അങ്ങനെയുള്ള കോണ്ടന്റുകളെയും ഒക്കെ വിമർശിച്ചിട്ടുള്ളതായിരുന്നു. അതിലൊരു അധ്യാപിക സ്കൂളിലുള്ള കുട്ടികളുടെ പേരൻസിന് അയച്ച ഒരു ഓഡിയോ മെസ്സേജ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്യൂപങ്ചർ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അത് ദൈവത്തിന് അനുവദനീയമായിട്ടുള്ളതാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെയൊക്കെ വിമർശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തത് അതിൻ്റെ താഴെ കടുത്ത ഇസ്ലാം മതവിശ്വാസികളോടുള്ള വിരോധം വെച്ച് പുലർത്തുന്ന ആളുകളുടെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വലിയൊരു ക്യാമ്പയിൻ നടക്കുകയാണ്. നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വിരുദ്ധമായിട്ട് വേറെ കുറേ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തമ്പടിച്ചിട്ടുള്ള സംഘപരിവാറുകാരായിട്ടുള്ള ആളുകൾ, പ്രത്യേക അജണ്ട കൊണ്ട് നടക്കുന്ന ആളുകൾ, വെറുപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾ, അതേ ആളുകളൊക്കെ തന്നെയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനെ വിമർശിച്ച സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നത്. ഇക്കൂട്ടർക്ക് ഇടം കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇടം കൊടുക്കുന്ന ആളുകൾക്ക് കാര്യമായിട്ടുള്ള ലാഭം ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ലാഭം ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട്, ആ ഒരു എൻഗേജ്മെന്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തത്. അല്ലാതെ ഉള്ള കാര്യം പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, അത് ഇത്തിരി ബഹുമാനക്കുറവോടെയൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, ഇത്തിരി വൈകാരിക വിക്ഷോഭത്തോടെയൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്തുള്ള ഉപദേശങ്ങളെ കാണാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല കമന്റ് ബോക്സ് ഓഫ് ചെയ്തത്. ആ ഒരു വീഡിയോയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് സീരിയസ് ആയിട്ടുള്ളൊരു ബഹുമാനക്കുറവ് അല്ലെങ്കിൽ ചെയ്യരുതാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അതിൻ്റെ തമ്പനെയിലും അതേപോലെ തന്നെ വീഡിയോയിൽ സംസാരിച്ച ഇടങ്ങളിലും പ്രായത്തെ ബഹുമാനിക്കാതിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്നെ പോലെ ഒരു വ്യക്തി ചെയ്യരുതാത്ത ഒരു കാര്യമാണ്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ സ്ഥിരം പ്രേക്ഷകരിൽ പല ആളുകളും അതിൽ എന്നോടൊരു വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കമൻറ്റുകളെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം അംഗീകരിക്കുന്നു. ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയുകയാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ഈ പ്രായത്തിനനുസരിച്ചിട്ട് ബഹുമാനം കൊടുക്കണോ എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെ കൊടുക്കേണ്ട എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ചില മര്യാദകളൊക്കെ കാണിക്കേണ്ടതുണ്ട്. ഇനി എന്തുകൊണ്ട് ആ ഒരു വീഡിയോയിൽ അത്ര തീവ്രമായിട്ടുള്ള ഒരു വിമർശനം വലിയ ബഹുമാനക്കുറവോടെ ഞാൻ നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ഭാഗം ഞാൻ പറയാം. എനിക്ക് ഈ വ്യാജ വാർത്തകൾ, ഊഹാപോഹങ്ങൾ വെച്ച് പടച്ചു വിടുന്ന ആളുകളോട് നല്ല വെറുപ്പുണ്ട്. ആ ഒരു നല്ല വെറുപ്പ് എൻ്റെ ചില വേദനയിൽ നിന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണം, ആത്മഹത്യ, അതിന് കാരണക്കാരായത് ചില ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഞാൻ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് എൻ്റെ ചാനൽ തുടക്കം മുതൽ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലായിക്കോളും. ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലായി ഇനി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് വന്ന കൈപ്പിഴ എന്ന് മാധ്യമങ്ങൾ കൊടുത്ത ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തെ വെച്ച് വലിയ വിലപേശലുകളുണ്ടായി, വലിയ ഭീഷണികളുണ്ടായി. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് ഈ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ വിളിക്കുന്ന ചില ആളുകളാണ്. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ ധനസമ്പാദന പരിപാടികൾ, ഇവരുടെ രീതികൾ, അതിനോടൊക്കെ കടുത്ത വിയോജിപ്പുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ നമുക്ക് നിയമ നടപടികളിൽ കൂടെ നേരിടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവർ ഇരവാദ കാർഡിറക്കും. ഞങ്ങൾ ഈ ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ഈ ഒരു നാട്ടിലെ മോശം ഭരണത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇരവാദ കാർഡുകൾ ഇറക്കും. ഇവർക്കെതിരെ ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തോന്നിയാസത്തിന്, വ്യാജ വാർത്ത പടച്ചു വിട്ടതിനെതിരെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരപ്പം തന്നെ കാർഡുകൾ അവർക്ക് തോന്നുംപടി അങ്ങോട്ട് ഇറക്കും. ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇറക്കിയ കാർഡ് എന്താണ്? CPIM ഭീകരതയാണ്, പാർട്ടി നേരിട്ട് ആളെ ഇറക്കിയതാണ്. എന്നാൽ ഇയാൾ എവിടെയെങ്കിലും തുറന്ന് പറയാനായിട്ട് ധൈര്യപ്പെടുവോ? ഇയാളും മർദ്ദിച്ച ആളും തമ്മിലുള്ള വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മർദ്ദനം വന്നത് എന്ന്. ഇയാൾക്ക് ആ ഒരു പയ്യനോട് വ്യക്തിവിരോധം ഉണ്ടായിരിക്കാം. ആ ഒരു പയ്യൻ്റെ ഹിസ്റ്ററി എന്തും ആയിക്കോട്ടെ, വ്യക്തിവിരോധം ഉള്ളതുകൊണ്ട് ഭാര്യയെ കൊന്ന് കെട്ടിത്തൂക്കി എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്ന ആ ഒരു പരിപാടി ശരിക്കും വ്യക്തിവിരോധം കൊണ്ട് തന്നെയാണ്. ആ ഒരു വ്യക്തിവിരോധം തിരിച്ചും ഉണ്ടാവും. ആ ഒരു വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ അടിയാണെന്നും ആ ഒരു മർദ്ദനത്തെ ഒന്നും വലിയ ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും കോമൺ സെൻസ് ഉള്ള ആളുകൾക്കറിയാം. പക്ഷേ ആ ഒരു ബ്രാൻഡിങ്ങിന് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിലവിളിക്കുന്ന സംഘിക്കൂട്ടങ്ങളുടെ സപ്പോർട്ട് കിട്ടത്തില്ല. തങ്ങൾ ഈ ഇതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഭരണമാറ്റത്തിന് വേണ്ടിയാണ്.
അതേപോലെ തന്നെ ഒരു വർഗീയ ആശയത്തിൻ്റെ പ്രാവർത്തികമാക്കലിന് വേണ്ടിയാണ്, ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ചെയ്തികളാണെന്നുള്ള ചിന്തയാണ് ഇയാളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിച്ചോളൂല്ലോ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ വ്യാജ വാർത്ത പടച്ചു വിടുന്നവന്മാരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളെയൊക്കെ ആളുകൾ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ആളുകളുടെയൊക്കെ പ്രേക്ഷകരെന്ന് പറയുന്നത് തീരെ വകതിരിവില്ലാത്ത, നിലവാരമില്ലാത്ത ചിന്താഗതിയുള്ള ആളുകളാണ്. അയാൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, എന്നാൽ അയാൾ വേറൊരു മതസ്ഥനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഇത്തിരി പണമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അയാൾ വളർന്നു വരുന്ന ഒരാളാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാളെ തകർക്കുന്ന ആ ഒരു വാർത്തകൾ കാണുന്ന സമയത്ത് ആനന്ദ പുളകിതരാകുന്ന ആളുകളാണ് ഇതുപോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ മാധ്യമങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു മാധ്യമപ്രവർത്തനത്തിൽ വെറുപ്പും കുത്തിത്തിരിപ്പും അല്ലാതെ വേറൊരു സംഗതികൾ ഉണ്ടാവില്ല. ഇടയ്ക്ക് ഇത്തിരി മുന്തിയവന്മാർക്ക് വേണ്ടിയുള്ള സ്തുതി പാടലുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്തുതി പാടലുകൾ, ആരാധന, വെറുപ്പ്, അങ്ങനെയുള്ള വെറും ബേസിക് ആയിട്ടുള്ള, വെറും നിലവാരം കുറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് ഇമോഷൻസ് മാത്രം വെച്ച് കച്ചവടം നടത്തുന്ന, ധനസമ്പാദനം മാത്രം ഒരു ഉദ്ദേശമായി കരുതുന്ന ആളുകളാണ് ഇവർ. അങ്ങനെയുള്ള ആളുകളോട് നല്ല ബഹുമാനക്കുറവുണ്ട്. ആ ഒരു ബഹുമാനക്കുറവൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യും. ആ ഒരു കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട 1-2 കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച ചെറുപ്പക്കാരൻ്റെ ചില പ്രവൃത്തികൾ കാരണം ഒത്തിരി അധികം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾ. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തുകൊണ്ട് ഞാനത് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതിലൊന്ന്, ഈ ചെറുപ്പക്കാരൻ ഒരാളെ വാഹനം ഇടിപ്പിച്ചിട്ട് അദ്ദേഹം ആശുപത്രിയിലായി. ഏകദേശം 10 ലക്ഷം രൂപയോളം അവർക്ക് ചിലവായി. അവരുടെ കുടുംബം വലിയ കടക്കണിയിലേക്കായിപ്പോയി എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ക്രൈമിന് അയാൾ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവേണ്ടത് തന്നെയായിരുന്നു. ശരിക്കും ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് വേറെ വലിയ ന്യായമൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ അയാൾ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചു. മർദ്ദനത്തിന് കൃത്യമായിട്ടുള്ള കേസുകൾ എടുക്കുക, അതിനകത്ത് ഇടാൻ പറ്റുന്ന എല്ലാ വകുപ്പുകളും ഇട്ടുകൊള്ളുക. കാരണം അങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള എല്ലാ ബാധ്യതയും ഏൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സുഖമായിട്ട് കേസുകൾ ഇട്ടുകൊള്ളുക. അതേപോലെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ്, നിങ്ങളൊരു നിയമ വിദ്യാർത്ഥിയല്ലേ, അപ്പോൾ ഒരു നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യത്തെ അനുകൂലിക്കാമോ? നമ്മളങ്ങനെ അനുകൂലിച്ചിട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴും ഒരു പ്രതിക്കും അതേപോലെ തന്നെ വാദിക്കുമൊക്കെ നിയമസഹായം കൊടുക്കണമെന്ന് നമ്മുടെ രാജ്യം നിഷ്കർഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഈ പ്രതിഭാഗത്തൊക്കെ നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണല്ലോ ഈ നിയമവിദഗ്ധരൊക്കെ പല സാഹചര്യങ്ങളിലും നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകന് നിയമബിരുദധാരിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാൾ നിയമം അറിഞ്ഞിട്ട് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന, ഊഹാപോഹങ്ങൾ പടച്ചുവിടുന്ന രീതിയിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയല്ലേ ആദ്യം വേണ്ടത്. അപ്പോൾ അതിനെയൊന്നും ചോദ്യം ചെയ്യില്ല. കാരണം ആ ഒരു ഊഹാപോഹങ്ങളിൽ ഒരു ആസ്വാദനം പല ആളുകളും കണ്ടെത്തുന്നുണ്ട്. അതേപോലെ ഈ ചെറുപ്പക്കാരൻ ഇവനൊരു തല്ലുകൊള്ളിയോ, തെമ്മാടിയോ, DYFIക്കാരനോ, SFIക്കാരനോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തവനോ ആരും ആയിക്കോട്ടെ, അവന് മോശമായിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ടായിരിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് അവൻ ഭാര്യയെ കൊന്ന് കെട്ടിത്തൂക്കിയതാവാം എന്നുള്ള കമൻ്റൊന്നും പറയാതിരിക്കുക. കാരണം അതൊക്കെ ഒരു വെറും അമ്മാവൻ ടോക്ക് എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള അമ്മാവൻ ടോക്കുകൾ, ഊഹാപോഹങ്ങൾ കാരണം ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് എന്നെ വന്ന് ഉപദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വിവാഹം നടക്കണമെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ നാട്ടിൽ ഒരു കുടുംബത്തിന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്, ഒരു പെൺകുട്ടിക്ക് ജോലി കഴിഞ്ഞിട്ട് വൈകി വീട്ടിലെത്തിയാലുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്ന ഇഷ്ടം പോലെ ആളുകളെയും അത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയും നമുക്ക് ചുറ്റുപാടുകളിൽ കാണാൻ പറ്റും. ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ പാർട്ട് ടൈം ആയിട്ട് സ്വിഗ്ഗിക്ക് ഓടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, ജോലി ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവൻ രാത്രിയിൽ അങ്ങനെ ഒരു പോക്കാണ്, അവൻ വേറെ എന്തെങ്കിലും പരിപാടിയായിരിക്കും എന്നൊക്കെ ആരോപിക്കുന്ന ഇഷ്ടം പോലെ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ തീവ്രമായിട്ടുള്ളൊരു വേർഷനാണ് ഒരു പയ്യൻ വേറെ 1-2 ഒഫൻസിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഭാര്യയെ കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കാം എന്നുള്ള ആരോപണമൊക്കെ. ഞാൻ ആരുടെയും ക്രൈമിനൊന്നും ന്യായീകരിക്കുന്നൊന്നുമില്ല. നിയമ നടപടികൾ, ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എടുത്തു. അതൊക്കെ ഈ മർദ്ദനം ഏറ്റ ആളുടെ അവകാശമാണ്. ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കുക. വധശ്രമമോ വേറെ എന്തെങ്കിലുമൊക്കെ വകുപ്പുകൾ ആഡ് ചെയ്യുക, ഗൂഢാലോചന, ഇഷ്ടം പോലെ വകുപ്പുകൾ ആഡ് ചെയ്യുക, അവനെ പുറത്ത് ഇറക്കി വിടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊന്നും ഇവിടെ നമ്മൾ ഡിനേ ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്തോണം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. ഇല്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞുണ്ടാക്കരുത്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ ആ ഒരു നേട്ടത്തിൻ്റെ കോട്ടമാണ് നിങ്ങൾ സമാധാനമില്ലാതെ അംഗരക്ഷകരയുമായിട്ട് വഴി കൂടെ നടക്കേണ്ടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള സമാധാനമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ നേടിയെടുക്കുന്നത് പോലെ ബാക്കിയുള്ള ആളുകൾക്കും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക.
ഈ മാധ്യമപ്രവർത്തകരെയൊക്കെ കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടതാണ്. വെറുതെ ഊഹാപോഹങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു വിടാതിരിക്കുക. ഒരാളുടെ പാസ്റ്റ് അങ്ങനെയാണ്, അതുകൊണ്ട് അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വേണ്ടേ? ഒരു കൊലപാതകമൊക്കെയാണോ അടിച്ച് തലയിലേക്ക് കൊടുക്കുന്നത്? അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം വേണം, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണം. ഒന്നുമില്ല, വീണ്ടും വ്യക്തിഹത്യ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയായിട്ടുള്ളൊരു നടപടിയൊന്നുമല്ല. എനിക്കത്ര പറയാനുള്ളത് അതിനകത്ത്. നാളെ ഞാനും ജീവിക്കുന്ന കാലഘട്ടത്തിന് യോജിക്കാത്ത പിന്തിരിപ്പൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ പിന്നോട്ടേക്ക് നയിക്കുന്ന ചിന്താഗതികൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്നെയും വിളിച്ച് ആക്ഷേപിച്ചുകൊള്ളുക, എന്നെയും വിളിച്ച് മാറ്റി നിർത്തിക്കൊള്ളുക. നിർത്തിപ്പോ കിളവ, നിൻ്റെ ഈ പറയുന്ന വർത്താനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ഫാൻസിനോടാണ്. നിങ്ങളുടെ ഊഹാപോഹങ്ങൾ, നിങ്ങളുടെ ചില രസം പിടിപ്പിക്കുന്ന ഫാൻറ്റസികൾ, ഏതൊരു ക്രൈമിനെ കുറിച്ചിട്ടും ഏതൊരു സാഹചര്യത്തെക്കുറിച്ചിട്ടും, ആ ഒരു ഫാൻറ്റസികൾക്ക്, ആ ഒരു ഊഹാപോഹങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു വെറുപ്പിന് വളമേകുന്ന തരത്തിലേക്ക് അതൊക്കെ ശരിയായിരിക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വെറുതെ കഥകളായി പടച്ചു വിടുന്ന ആളുകളെ ആരാധിക്കാതിരിക്കുക. അവരൊന്നും സത്യത്തിൻ്റെ മുഖങ്ങളൊന്നുമല്ല, അവരൊക്കെ വ്യാജന്മാരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മർദ്ദനങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നും ഏൽക്കേണ്ടി വരും. കാരണം അവരുടെ ഇരയായിട്ടുള്ള ആളുകളൊന്നും പലപ്പോഴും അത്ര നീതിബോധമൊന്നും കൊണ്ടു നടക്കുന്ന ആളുകളാവണമെന്ന് ശഠിക്കരുത്. അതേപോലെ നീതി എപ്പോഴും അവർക്ക് കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി.